ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം ക്വാണ്ടൈസേഷനിലെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. യൂണിഫോം ക്വാണ്ടൈസേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ടുഡേ വി വിൽ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ SNR, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഓക്കെ, ഓർ SNR. ഓക്കെ, എന്തിൻ്റെ SNR ആണ്? ഓഫ് എ യൂണിഫോം ക്വാണ്ടൈസർ. യൂണിഫോം ക്വാണ്ടൈസറിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ ഒരു യൂണിഫോം ക്വാണ്ടൈസറിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു യൂണിഫോം ക്വാണ്ടൈസർ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിഫോം ക്വാണ്ടൈസറിൻ്റെ ഇൻപുട്ട് എന്താണ് ശരിക്കും? ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു ഇൻപുട്ട് സിഗ്നലാണ് അല്ലേ. ഒരു കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു ഇൻപുട്ട് സിഗ്നലാണ് കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും? ആ ആംപ്ലിറ്റ്യൂഡിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എന്നും പറയും. ഓക്കെ, ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട്. ഈ ഇൻപുട്ടിനെ ക്വാണ്ടൈസറിലേക്ക് കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് ക്വാണ്ടൈസ്ഡ് ആയി കിട്ടി. നൗ ലെറ്റ് ക്യാപിറ്റൽ M, ഓക്കെ, ക്യാപിറ്റൽ M represent the random variable, okay, represent the random variable for the continuous input. കണ്ടിന്യൂസ് ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ M എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ V represent the random variable for the quantized output. ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ഞാൻ ക്യാപിറ്റൽ V ആയിട്ട് എടുത്തു. ഈ ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ഈ സ്റ്റെയർ കേസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരിക്കലും ഇതും എക്സാക്ട്ലി സെയിം ആയിരിക്കത്തില്ല. എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയും. ഇത് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയും. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു ക്വാണ്ടൈസേഷൻ എററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിക്കോട്ടെ എന്ത്? ക്യാപിറ്റൽ Q റെപ്രസെൻറ്റ് ദ റാൻഡം വേരിയബിൾ ഫോർ ദ എറർ. ക്വാണ്ടൈസേഷൻ എററിൻ്റെ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ Q എന്ന് നമ്മൾ എടുത്തു. ഈ എമ്മും ബിയും ക്യൂവും ക്യാപിറ്റൽ ലെറ്റേഴ്സ് റാൻഡം വേരിയബിൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ ലെറ്റേഴ്സിനെ ഞാൻ അതിൻ്റെ സാമ്പിൾ വാല്യൂസ് ആയിട്ടും എടുക്കാൻ പോവാണ്. ഓക്കെ, M എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിനകത്ത് ലെറ്റ് സ്മോൾ m, ഓക്കെ, റെപ്രസെൻറ്റ് ദ ഇൻപുട്ട് സാമ്പിൾ വാല്യൂ. ഇൻപുട്ട് സാമ്പിൾ വാല്യൂ. Okay, let small v represent the output sample value and let small q represent the error. Okay, എററിൻ്റെ എടുത്തു. അപ്പോൾ ഈ എറർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ എറർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ എറർ എന്ന് പറയുന്നത് അല്ലേ. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ദാറ്റ് ഈസ് എറർ ഈസ് നത്തിങ് ബട്ട് ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട്. പക്ഷേ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാമ്പിൾ വാല്യൂ എന്താണ്? M. സോ M ഈസ് ദ ഇൻപുട്ട് ഗിവൺ, V ഈസ് ദ ഔട്ട്പുട്ട് ദാറ്റ് യു ഗെറ്റ്. സോ M മൈനസ് V ആയിട്ട് എടുത്തു. എന്ത്? അതിൻ്റെ ക്വാണ്ടൈസേഷൻ എറർ അല്ലെങ്കിൽ ആ എററിനെ M മൈനസ് V ആയിട്ട് എടുത്തു. വി ഹാവ് ഓൾറെഡി ലേൺഡ്. നമ്മൾ യൂണിഫോം ക്വാണ്ടൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ലെറ്റ് ദ ഇൻപുട്ട്, ഓക്കെ, ലെറ്റ് ദ ഇൻപുട്ട് ബി എ continuous amplitude signal. Okay, be a continuous amplitude signal with range. Okay, and the amplitude lie ചെയ്യുന്ന റേഞ്ച് ഞാൻ പ്ലസ് M maximum to മൈനസ് M maximum പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതാണ് ആ ഒരു continuous amplitude signal. അതിൻ്റെ മാക്സിമം റേഞ്ച് ഈസ് M maximum പോസിറ്റീവ് ആൻഡ് മൈനസ് M maximum. ഓക്കെ, എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് M maxന് വരും. ലെറ്റ് ദ കണ്ടിന്യൂസ് സിഗ്നൽ റേഞ്ച് ഫ്രം +4 to -4 വോൾട്ട്. ഓക്കെ, +4 to -4 വോൾട്ട് വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണെന്ന് വിചാരിക്കും. നമ്മൾ ക്വാണ്ടൈസേഷനിൽ എന്താ നമ്മൾ ചെയ്തത്? ഈ +4 to -4 ആ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ കുറേ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലേ. ഈ ഒരു +4 to -4നെ കുറേ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? -4 to +4 0 ആയിട്ട് വരും അല്ലേ. ദാറ്റ് ഈസ് ടോട്ടൽ 8 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ 8 വോൾട്ടിനെ ഒരു 4 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, 4 ലെവൽ. സോ ദിസ് ഈസ് 1 level,
this is second level, this is third level, and this is the fourth level. This is ഇത്ര amplitude quantized to one level, this much amplitude quantized to another level, this much to another level, and this much to another level. So 4 levels. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലെവൽ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ ആ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ എന്ന് പറയും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും സ്റ്റെപ്പ് സൈസ്? മൊത്തം 8 വോൾട്ടാണ്, 4 ലെവലുണ്ട്. സോ 2 വോൾട്ട് വീതമായിരിക്കും നമ്മൾ സ്റ്റെപ്പ് സൈസ് കൊടുക്കുന്നത് അല്ലേ. മൊത്തം 8 വരും. 2 + 2 + 2 + 2 8. സോ നമുക്ക് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് സൈസിനെ നമുക്കപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡെൽറ്റ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് സൈസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെവൽസ് ആയിട്ട് ഡിഫൈൻ ചെയ്തുകൂടെ? ശരിയല്ലേ? ഇവിടെ സ്റ്റെപ്പ് സൈസ് എത്രയാണ്? 2 ആണ് കിട്ടുന്നത് അല്ലേ. ആ 2 എങ്ങനെയാണ് കിട്ടുന്നത്? സ്റ്റെപ്പ് സൈസ് 2. ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 4 + 4. പീക്ക് ടു പീക്ക് വോൾട്ടേജ് 8 ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞു 4 ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദിസ് ഈസ് 1 ലെവൽ, ദിസ് ഈസ് 2 സെക്കൻഡ് ലെവൽ, ദിസ് ഈസ് തേർഡ് ലെവൽ, ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് ലെവൽ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് സൈസ് കിട്ടുന്നത്. ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ്, ടോട്ടൽ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെവൽസ്, യു വിൽ ഗെറ്റ് ദ സ്റ്റെപ്പ് സൈസ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അപ്പോൾ എഴുതാം. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എം മാക്സും മൈനസ് എം മാക്സും ആണ്. അപ്പോൾ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 എം മാക്സ് വരും അല്ലേ. 2 ടൈംസ് എം മാക്സ്. ഇവിടെ 4ഉം -4ഉം കിട്ടിയപ്പോൾ 8 കിട്ടി. ഡിവൈഡഡ് ബൈ, let capital L represent the number of levels. ഇവിടെ ഞാൻ 4 levels എന്ന് എടുത്തു. ഓക്കെ, in general let capital L represent the number of levels. ഓക്കെ, L total number of levels ആണെങ്കിൽ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഇത് വെച്ച് ഈ എക്സാമ്പിൾ വെച്ച് ഞാനിവിടെ പറഞ്ഞത്. സോ സ്റ്റെപ്പ് സൈസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് റേഞ്ച് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഡിവൈഡഡ് ബൈ L, where L represent the total number of quantization level or representation levels എന്ന് പറയാം. representation ലെവൽസിൻ്റെ മൊത്തത്തിലുള്ള നമ്പർ അതാണ്. സോ യു വിൽ ഗെറ്റ് ദ സ്റ്റെപ്പ് സൈസ് ലൈക്ക് ദിസ്. now okay, now we know ക്യാപിറ്റൽ ക്യൂ എന്താണ്? ആ ക്വാണ്ടൈസേഷൻ എററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിളാണ് ക്യൂ ആണെന്ന് അറിയാം അല്ലേ. ഈ ക്യൂവിനകത്ത് ഒരു സാമ്പിൾ വാല്യൂ ആണ് എന്ത്? ക്യൂ, സ്മോൾ ക്യൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ക്യൂ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ആൻഡ് സ്മോൾ ക്യൂ ഈസ് ദ സാമ്പിൾ വാല്യൂ. ഓക്കെ, ഈ റാൻഡം വേരിയബിൾ, ഈ ക്യൂ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന് ശരിക്കും അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -Δ/2 ആൻഡ് +Δ/2. ഓക്കെ, സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ക്യൂ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, ക്യൂ ഈസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ക്യൂ ഈസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. ഓക്കെ, ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് വിത്ത് ഇറ്റ്സ് വാല്യൂസ് വിൽ ലൈ ബിറ്റ്വീൻ -Δ/2 to +Δ/2. ടോട്ടൽ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ആണല്ലേ, ഡെൽറ്റ. സോ Δ/2 -Δ/2 Δ/2 എത്രയാണ്? ഡെൽറ്റ കിട്ടും അല്ലേ. സോ അതിൻ്റെ ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിളാണ് ക്യൂ എന്ന് അസ്യൂം ചെയ്യുക. സോ നിങ്ങൾ മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് സപ്പോസ്, okay, this is the general equation. Suppose if x is a uniformly distributed random variable. Okay, if x is a uniformly distributed random variable, okay, with say sample values small x. Okay, sample values small x ആണെങ്കിൽ അതിൻ്റെ probability density function, okay, probability density function നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് അറിയാമോ? can be defined like this. That is, if x lies between a and b, ആ സാമ്പിൾ വാല്യൂ എക്സിൻ്റെ റേഞ്ച് എയ്ക്കും ബിക്കും ഇടയ്ക്കാണെങ്കിൽ, if it is defined between a and b, then this probability density function can be defined as 1/b minus a. ഓൾറെഡി നമ്മൾ
പ്രോബബിലിറ്റിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/b മൈനസ് എ, വെർ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ബൗണ്ടറീസാണ്, ആ ഒരു റേഞ്ചാണ്. ആൻഡ് 0 അതർവൈസ്. ബാക്കി വാല്യൂസിലെല്ലാം ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ 0 ആയിരിക്കും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ ക്വാണ്ടൈസേഷൻ എറർ. എന്താണ് ഈ ക്യൂ എന്ന് പറയുന്നത്? ക്വാണ്ടൈസേഷൻ എററാണ്. ഓക്കെ അല്ലേ, ക്വാണ്ടൈസേഷൻ എറർ Q can be represented like this. The random variable in a sample values. This is equal to what? ഈ സ്മോൾ q എന്ന് പറയുന്ന അതിൻ്റെ സാമ്പിൾ വാല്യൂസ് വിൽ ലൈ ബിറ്റ്വീൻ ഈ റേഞ്ച് -delta/2 ആൻഡ് delta/2. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/b മൈനസ് എ ആണ് അല്ലേ. 1/b മൈനസ് എ, ദാറ്റ് ഈസ് 1/delta/2 മൈനസ് ഓഫ് -delta/2. ഇറ്റ് ഈസ് 1/delta/2 minus of -delta/2. It will be 0 otherwise. So that is equal to what? This probability density function of the quantization, that random variable will be equal to 1/delta and what? 0. 1/delta in the range q minus delta/2 to delta/2, and otherwise this probability density function will take the value 0. Okay, now നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത് എന്താണ്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് അല്ലേ. സിഗ്നലിൻ്റെ പവർ ഡിവൈഡഡ് ബൈ നോയിസിൻ്റെ പവർ, അതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി അടുത്ത കൺസിഡർ ചെയ്യാൻ പോകുന്നത് വേരിയൻസ് ആണ്. ഓക്കെ, ഇവിടുത്തെ നോയിസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടൈസേഷൻ എറർ ആണ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ നോയിസ് ആണ് ഈ ക്യൂ. ഈ ക്യൂവിൻ്റെ വേരിയൻസ് ആണ് ഞാനിനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് അവർ എയിം ഈസ് ടു ഡിവൈഡ് ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഈ നോയിസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ നോയിസ് ആണ്. ക്വാണ്ടൈസേഷൻ നോയിസ് ആണ്, ദാറ്റ് ഈസ് ദ ക്വാണ്ടൈസേഷൻ എറർ കാരണമുള്ള നോയിസ് ആണ് ക്യാപിറ്റൽ ക്യൂവിൻ്റെ. അപ്പോൾ നോയിസിൻ്റെ പവർ എന്ന് പറയുന്നത് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ. നോയിസിൻ്റെ പവർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വേരിയൻസ് യൂസ് ചെയ്തിട്ടാണ്. വേരിയൻസ് ഓർ മീൻ സ്ക്വയർ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നോയിസിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്യൂവിൻ്റെ വേരിയൻസ് ഓർ മീൻ സ്ക്വയർ വാല്യൂ calculate ചെയ്യും. മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ്, ദാറ്റ് വിൽ ഗീവ് യു ദ നോയിസ് പവർ. സിഗ്നൽ ടു നോയിസ് റേഷ്യോയ്ക്കകത്ത് ആ നോയിസിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇത് വെച്ച് കിട്ടുന്നത്. ഓക്കെ, ഈ വേരിയൻസിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം സിഗ്മ സ്ക്വയർ ക്യൂ വെച്ചിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് ഞാൻ പറഞ്ഞു മീൻ സ്ക്വയർ വാല്യൂ. മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ മതി അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് ക്യൂ സ്ക്വയർ ആണ്. സ്ക്വയർ മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു -delta/2. Okay, this is the equation for finding the mean square value. ക്യൂ സ്ക്വയർ ഇതിൻ്റെ സാമ്പിൾ വാല്യൂ എന്താണ്? ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം -delta/2 to delta/2. ഓക്കെ, ഇൻറ്റു probability density function. Okay, into dq. This is the equation for the എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. എക്സ്പെക്റ്റേഷൻ കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ക്യൂ സ്ക്വയറിൻ്റെ സാമ്പിൾ വാല്യൂ ആണ് ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ dq, വെയർ ക്യൂ റേഞ്ചസ് ഫ്രം -delta/2 to delta/2. Now that is equal to -delta/2 to delta/2 q square into, we already know what is the probability density function. 1/delta ആണ് അല്ലേ. 1/delta ആണ് ഈ ഒരു റേഞ്ചിൽ. ഇറ്റ് ഈസ് 1/delta. So you substitute that over here. എങ്ങനെ കിട്ടി? ഓക്കെ, ഇൻറ്റു dq. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു taking 1/delta outside മൈനസ് കോൺസ്റ്റൻ്റ് ആണല്ലേ. -delta/2 to delta/2 q square dq. Okay, that is 1/delta q cube divided by 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. -delta/2 to delta/2 or 1/delta into delta cube divided by 8 into 3 minus plus delta cube divided by
കിട്ടും. Or you will get it as 1 by delta into 2 delta cube divided by 24, that is nothing but delta square by 12 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വേരിയൻസ്. ഇതാണ് എന്ത് വേരിയൻസ് അല്ലെങ്കിൽ മീൻ സ്ക്വയർ വാല്യൂ. ആ ക്വാണ്ടൈസേഷൻ എറർ അല്ലെങ്കിൽ നോയ്സിൻ്റെ വേരിയൻസ് ആണിത്. ദിസ് ഈസ് വേരിയൻസ് ഓഫ് ദ ക്വാണ്ടൈസേഷൻ എറർ ഡെൽറ്റ സ്ക്വയർ ബൈ 2. അപ്പോൾ ആ നോയ്സ് പവർ നമുക്ക് കിട്ടുന്നത് ഈ വേരിയൻസിൽ നിന്നാണ്. ബിക്കോസ് അവർ അൾട്ടിമേറ്റ് എയിം ഈസ് ടു ഫൈൻഡ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. ഈ നോയ്സ് പവറിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ദ വേരിയൻസ് ദാറ്റ് വി ജസ്റ്റ് ഗോട്ട്. ഇനി ഈ ഒരു ഡെൽറ്റയിലേക്ക് വേരിയൻസ് നമുക്കിതിങ്ങനെ കിട്ടി തീർന്നില്ല. ഈ ഒരു ഡെൽറ്റയിലേക്ക് നൗ ലെറ്റ് us സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ. ഈ ഡെൽറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഡെൽറ്റ ഞാൻ പറഞ്ഞു ഇതാണെന്ന് ഡിഫൈൻ ചെയ്തു. ആ ഡെൽറ്റയിലേക്ക് ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വേരിയൻസ് വിൽ ബിക്കം വേരിയൻസ് is equal to what is delta square 2 times that is 4m square max divided by 12 into L square എന്ന് കിട്ടും അല്ലേ? ഈ L എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്പർ ഓഫ് ലെവൽസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ 4 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഓരോ ലെവലിനെയും നമ്മൾ കുറേ ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 4 ലെവലാണെങ്കിൽ 0 0 0 1 1 0 1 1. 8 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 0 0 0 0 0 1 അങ്ങനെ 7 8 കോമ്പിനേഷൻസ് വരും. 2 to the power 3 കോമ്പിനേഷൻസ്. 4 ലെവലാണെങ്കിൽ 2 to the power 2 കോമ്പിനേഷൻസ് വരും. വേർ റേസ്ഡ് 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഇവിടെ 0 0 0 0 0 0 1 0 1 0 അങ്ങനെ 3 നമ്പർ ഓഫ് ബിറ്റ്സ് വേണം 8 ലെവലാണെങ്കിൽ അല്ലേ? ദാറ്റ് ഈസ് 2 to the power നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 4 ലെവൽസ് ആണെങ്കിൽ 4 ലെവൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 to the power 2 അത്രയും ബിറ്റ്സ് വേണം. ദാറ്റ് ഈസ് 2 to the power ഓഫ് നമ്പർ ഓഫ് ബിറ്റ്സ്. ആൻഡ് 8 എന്ന് പറയുന്നത് ക്യാൻ ബി റിട്ടൺ ആസ് 2 to the power 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? 8 ലെവൽസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 to the power 3 വേർ 3 ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അപ്പോൾ L എന്ന് പറഞ്ഞ ലെവലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? L ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 2 to the power R എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേർ R ഇസ് ഈക്വൽ ടു ഇതിനകത്ത് നിന്ന് R എങ്ങനെയാണ് കിട്ടുന്നത്? R ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലോഗ് എടുത്താൽ മതി അല്ലേ? ആറിനെ ലോഗ് എടുത്തോളൂ രണ്ട് സൈഡും ലോഗ് L. ഇവിടെ R log 2 to the base 2 വരും. അത് 1 ആയി പോകും. to the base 2 എടുക്കുകയാണെങ്കിൽ or R is equal to from this equation how will you find R? R is equal to log L to the base 2 എന്ന് നമുക്ക് പറയാം. So R is the number of bits ആണ്, number of bits per sample. Capital R എന്ന് പറയുന്നത് it represent number of bits per sample. ഇവിടെ ഒരു സാമ്പിളിന് 4 ലെവലാണെങ്കിൽ ഒരു സാമ്പിളിന് അല്ലെങ്കിൽ ഒരു ലെവലിന് 2 ബിറ്റ് അതാണ് R എന്ന് പറയുന്നത്. ഈ Lൻ്റെ വാല്യൂ ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഇക്വേഷൻ എന്ത് പറ്റും? m square max divided by 12 into Lന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് 2 raised to R. L square ആണ്. സോ 2 raised to 2R എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 3 1 by 3 into m square max into 2 raised to ഇത് ന്യൂമറേറ്ററിലേക്ക് വരും. സോ മൈനസ് 2R എന്ന് വന്നു. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വേരിയൻസ്. സിഗ്മ സ്ക്വയർ ക്യൂവിനെ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ബിറ്റ്സ്. നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത ആ ഓരോ സാമ്പിളിനും R നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇക്വേഷൻ ഫോർ വേരിയൻസ് ഇതാണ് നമുക്ക് പറയാം. 1 by 3 m square max into 2 raised to minus 2R is the equation. Now let's find out what is the signal to noise ratio. Signal to noise ratio എന്താണെന്ന് നമുക്ക് നോക്കാം. Now signal to noise ratio SNR of the quantization or uniform quantizer is equal to what? Signal to noise ratio ആണ്. That is nothing but signal power. Signal power divided by what? Noise power. Signal power divided by noise power ആണ്. And now let the signal power be represented by capital P. നമ്മൾ ആ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കൺസിഡർ ചെയ്ത് ആ ഒരു കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ പവറിനെ ഞാൻ P വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ P ഡിവൈഡഡ് ബൈ നോയ്സ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ വേരിയൻസ്. സോ ദാറ്റ് ഈസ് P ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ വേരിയൻസ്? 1 by 3 m square max
into 2 raised to minus 2r. Okay, so signal to noise ratio will become 3 മുകളിലേക്ക് വരും, bringing the 2 raised to minus 2r term also to the numerator. This equation will become 3 into p divided by m square max. M max എന്ന് പറഞ്ഞാൽ എൻ്റെ maximum amplitude level ആണ്. Okay, into the whole thing into what? 2 raised to 2r. This will be the equation for the signal to noise ratio of a uniform quantizer. 3p divided by m square max into 2 raised to 2r. Okay, now input signal ഒരു sinusoidal signal ആണ്. Okay, ആണെങ്കിൽ suppose if the input signal is a special case ആയിട്ട് നമ്മൾ എടുക്കുവാണ്. If the input signal, okay, this is a special case, if the input signal is a sinusoidal, okay, signal, say with amplitude am, okay, with amplitude am, amplitude ഉള്ള ഒരു സൈനുസോയിഡൽ സിഗ്നലിനെ ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ what is the power p? ആ സിഗ്നലിൻ്റെ പവർ എന്തുമായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണല്ലേ. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ആംപ്ലിറ്റ്യൂഡ് അറിയാമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വിൽ ബി ദ പവർ. സോ ഇവിടെ ഈ എം എന്ന് പറഞ്ഞത് എന്താണ്? എം എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എം മാക്സ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തത് ഞാൻ എ എം ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നൗ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു തിങ്, ദാറ്റ് ഈസ് പവറിനും എം മാക്സിനും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഫോർ എ sinusoidal signal with maximum amplitude am can be written as 3 into what is the equation for power? Am square, okay, divided by 2 into m square max in varum substitute am square, okay, into 2 to the power 2 raised to r, or you will get it as 3 by 2 into 2 to the power 2 raised to r ennu kittum. Okay, this is the equation for signal to noise ratio equation ആണ് for a sinusoidal signal. 3 by 2 into 2 raised to 2r. ഓക്കെ, നോർമലി നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പക്ഷെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെസിബിൾസിലാണ്. ഓക്കെ, സോ ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോനെ ഡെസിബിൾസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേക്ക് 10 log to the base 10 ഈ റേഷ്യോയുടെ 10 log to the base 10 എടുത്താൽ മതി. ഓക്കെ, 10 log to the base 10 എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ഡെസിബിൾസ്. സോ ഇതിൻ്റെത് 3 by 2 ദറ്റ് ഈസ് 1.5 ഇൻറ്റു 2 raised to 2rൻ്റെ 10 log to the base 10 എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1.8 പ്ലസ് 6 times r എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ഡെസിബിൾസിലുള്ള ഇക്വേഷനാണ് ഇത്. താങ്ക് യു.